കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ തേടി പരക്കം പായുകയാണ് പോലീസ്. കുടക സ്വദേശിയായ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതാണ് അന്വേഷണം വഴിമുട്ടിക്കുന്നത്. വിചിത്ര സ്വഭാവക്കാരനായ ഇയാൾക്കായി കേരളത്തിന് പുറമെ കർണാടക, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നേരത്തെ ബന്ധുവായ 14 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. 7 രീതിയിൽ മുടി ചീവി രൂപമാറ്റം വരുത്തുവാൻ ബിരുദൻ. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാറില്ല. ഇതാണ് പോലീസിന് ഇയാളെ കണ്ടെത്താനുള്ള പ്രധാന വെല്ലുവിളി. പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി ലൈംഗിക അതിക്രമം നടത്തിയ സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. ബുധനാഴ്ച പുലർച്ചെ 2:30 നാടിന് നടുക്കിയ അതിക്രമം നടന്നത്. വ്യാഴാഴ്ച തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. തുടക്കത്തിൽ പ്രതിയെന്ന സംശയത്തെ തുടർന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ചോദ്യം ചെയ്യലിൽ ഇയാളല്ല പ്രതിയെന്ന് കണ്ടെത്തുകയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ന്യൂസ് 18 പുറത്തുവിട്ട പ്രതിയുടെ CCTV ദൃശ്യങ്ങളാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. മുഖം വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളിൽ ഇയാളുടെ നടത്തവും ശരീരപ്രകൃതവും തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം ഇയാളെ കേന്ദ്രീകരിച്ചായിരുന്നു. പിന്നീട് ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് പുറത്തു വന്നത്. നേരത്തെ ബന്ധുവായ 14 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി 3 മാസം ജയിലിൽ കഴിഞ്ഞു. 5 ദിവസം വരെ ആഹാരം പോലുമില്ലാതെ കഴിയും. പലപ്പോഴും ഉറക്കം തെങ്ങിൻ തോപ്പുകളിൽ. തേങ്ങാ മോഷണവും പതിവ്. 7 രീതിയിൽ മുടിചീകി രൂപമാറ്റം നടത്തുവാൻ ബിരുദൻ. ഭാര്യയെയും കുട്ടികളെയും സ്ഥിരമായി മർദ്ദിക്കും. സ്വന്തമായി ഫോൺ ഉപയോഗിക്കില്ല. സീസണൽ കുറ്റവാളി. ഇങ്ങനെ നീളുന്നു ഇയാളുടെ വിചിത്ര സ്വഭാവം. ഭാര്യയുടെ സഹോദരങ്ങളുടെ ബൈക്കെടുത്ത് കറങ്ങുന്ന ശീലവും പ്രതിക്കുണ്ട്. ഇത്തരത്തിൽ ബൈക്കുമായി പോയി സുള്ളിയ മടിക്കേരിയിൽ മാല തട്ടിപ്പറിച്ച കേസുമുണ്ട്. ബന്ധുവായ പെൺകുട്ടിയെ പീഡിപ്പിച്ചതും ബൈക്കിൽ കൊണ്ടുപോയാണ്. പടന്നക്കാട് പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം നടന്നതിന് 2 ദിവസം മുൻപ് പ്രതി ബൈക്കിൽ കറങ്ങിയിരുന്നതായും പോലീസ് പറയുന്നു. ഇയാൾക്കായി കേരളത്തിന് പുറമെ കർണാടക, മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ തിരച്ചിലാണ് നടത്തുന്നത്. പ്രധാനമായും ബന്ധുവീടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പ്രതി ഇയാളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും കേസിൽ ഇതുവരെ ആരെയും പ്രതി ചേർത്തിട്ടില്ല. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.